എല്ലാവർക്കും രണ്ട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാൻ ആമസോൺ ഇന്ത്യ എന്നുള്ള വെബ്സൈറ്റ് വഴി നാട്ടിലേക്ക് അയച്ച കുറച്ച് പൈജാമയും ഉടുപ്പുമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കോട്ടൺ പൈജാമയാണ്. ഇത് മറ്റേണിറ്റി പൈജാമയാണ്. മറ്റേണിറ്റി അല്ല, ഫീഡിങ് മംസിന് വേണ്ടിയിട്ടുള്ള പൈജാമയാണ്. രണ്ട് സ്ഥലത്തും സിപ്പ് ഉള്ളതാണ്. അപ്പോൾ അവരാണെങ്കിൽ ഒരു കാർഡൊക്കെ തന്നിട്ടുണ്ട്, നമ്മളതിൻ്റെ റിവ്യൂ ഒക്കെ ഇടണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നാട്ടിൽ വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആക്ച്വലി നോക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാവേ. 999 രൂപയായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ചൂസിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡുണ്ട്. അതിൽ ബാർകോഡ് സ്കാൻ ചെയ്ത് നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വൈറ്റ് കളറ് പ്രിൻറ്റഡ് ഇതാണ്. അപ്പം ഇതുവരെ കളറൊന്നും പോയിട്ടില്ല. അതിൻ്റെ എന്താ പറയുക, പെയിൻസ് ഒന്നും ചിലപ്പോൾ നമ്മൾ പൈജാമയൊക്കെ മേടിച്ച് നമ്മൾ കഴുകിയൊക്കെ കഴിയുമ്പോഴത്തേന് അതിൻ്റെ അതൊക്കെ പടരും. പക്ഷേ ഞാനിപ്പോൾ അത് കുറേ പ്രാവശ്യം ഇട്ടു കേട്ടോ. ഇതുവരെ ഒരു കുഴപ്പവുമില്ല. അപ്പം വളരെ കംഫർട്ടബിളാണ്. പോക്കറ്റൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് മൊബൈൽ ഫോണൊക്കെ അതിൻ്റെ അകത്ത് ഇടാം. അപ്പം അതിൻ്റെ പാൻറ്റും ആണെങ്കിലും നല്ല നീളം, എൻ്റെ കറക്റ്റ് സൈസാണ്. പിന്നെ നമുക്കതിന് ഒരു വള്ളിയുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വെയിസ്റ്റ് അതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് അത് ടൈറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പം കണ്ടില്ലേ, നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതും എല്ലാം ഞാൻ ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കാർഡുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റെക്കോർഡൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ഞാനെല്ലാം കറക്റ്റായിട്ട് വായിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്പീക്കർ ഞാൻ ഓൺ ചെയ്തില്ലായിരുന്നു, അതാണ്. അപ്പം ഇതൊരു ഉടുപ്പാണ്. നിങ്ങൾ തന്നെ മേ ബി നമ്മുടെ ആദിയോഗിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഫോട്ടോ ഇവിടെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. നല്ല കംഫർട്ടബിൾ, കറക്റ്റ് സൈസ്. എനിക്ക് എൻ്റെ ഫേവററ്റ് കളറാണ് റെഡ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എല്ലാം കൊണ്ടും എൻ്റെ കറക്റ്റ് സൈസായിരുന്നു. ഇനി എൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് തയ്ച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു. അതായത് ഇത് നമ്മുടെ ജസ്റ്റ് എന്താ പറയുക, അതെ, മുട്ട് കഴിഞ്ഞിട്ട് നല്ല നീളം, എന്നാൽ ഒട്ടും ഇറക്ക കുറവും ഇല്ല, ഇറക്ക കൂടുതലും ഇല്ല. എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ളതായിരുന്നേ. അപ്പം അതിൻ്റെ വിലയെന്ന് പറയുന്നത് 857 രൂപയാണ് കേട്ടോ. അപ്പം അടുത്തത് ഇതാണ് ഞാൻ പറഞ്ഞ വെബ്സൈറ്റ്, amazon.in. ആ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി അടുത്തായിട്ട് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് വേറൊരു ഡ്രസ്സാണ്. അപ്പം ഇത് പർപ്പിൾ ആൻഡ് ഒരു വൈറ്റേൽ പർപ്പിൾ ഡോട്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇതാണെങ്കിൽ ബോട്ടം ഹാഫ് നല്ല ഫുൾ പർപ്പിൾ, ഇങ്ങനെ ഒരു ഞുറിയൊക്കെ ഉള്ളതുപോലെ നമ്മുടെ പണ്ടത്തെ ഒരു ടൈപ്പ് പോലത്തെ. അപ്പോൾ ഇത്തേൽ ഇങ്ങനെ ചെറിയ പ്രിൻറ്റഡ് വൈറ്റേൽ പർപ്പിൾ പ്രിൻറ്റ്, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ അടുത്തൊരു ചെറിയ ബെൽറ്റും ഉണ്ട്. അപ്പോൾ അതിന് വളരെ കുറഞ്ഞ വിലയുള്ളായിരുന്നു, 489 രൂപ. അപ്പം ഇതും ഞാൻ കുറച്ച് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ പോയ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതും മിതമായിട്ട് ഉള്ള നിരക്കാണ്, അധികം പൈസയൊന്നുമില്ല. അപ്പം ഞാനത് കാണിക്കാം, ഒരു ഫോട്ടോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം ഇതും ഇതിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിന് എനിക്കൊരു ഞാൻ സിംഗിളായിട്ടൊരു ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ. അത് കാരണം എനിക്ക് ഒരു വലിയ ക്ലിയർ പിക്ചർ തരാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേനും ഞാൻ അതിനെ കറക്റ്റായിട്ട് പറയാം. അപ്പം ഇത് വേറൊരു പൈജാമയാണ്, മീൻസ് 2 പൈജാമ, നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഞാൻ ഈ ഗ്രീൻ ഇട്ടിട്ട് നിങ്ങൾ എൻ്റെ പൂജ ഐറ്റംസ് ഓൺലൈനിലായിട്ട് മേടിച്ച നമ്മുടെ ജയശ്രീ വെങ്കട്ടിനോട് മേടിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തത് ഈ പൈജാമ ഇട്ടാണ്. ബാക്കി മീൻസ് ഇത് പൈജാമയാണെന്ന് തോന്നുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ, പ്യുവർ കോട്ടൺ, നല്ല ഡിസൈൻ. എനിക്കിഷ്ടമുള്ള ഇത് സൺഫ്ലവർ ആണ് അതിൻ്റെ ഡിസൈൻ. അതിൻ്റെ ഗ്രീനും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം അതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ ഇപ്പം തന്നെ പറയാം. അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 699 രൂപ. ലാഭമല്ലേ? അപ്പം അത് ഒരു പീസിനാണ് കേട്ടോ. അപ്പോൾ ഈ 2 പൈജാമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ, നല്ല പാറ്റേൺ, നല്ല കളറ്, എനിക്കത് സൂട്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ അതിൻ്റെ ഒരു പൈജാമയുടെ ഫോട്ടോ ഇട്ട് കാണിക്കാമേ. പിന്നെ അടുത്ത സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ അടുത്തതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 747 രൂപയാണ് ഈ കാണിക്കുന്നതിൻ്റെ വില. ഇത് ഒരു ഉടുപ്പാണ്, ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം ഇതും ഇവിടെ UK സമ്മർ ആകുമ്പോഴത്തേനും ഇട്ടിട്ട് ഞാൻ അതിൻ്റെ പിക്ചർ കാണിക്കാം. അപ്പോൾ ഞാനത് കാണിക്കണം എന്നാന്ന് പറഞ്ഞാൽ അത് അകത്ത് വെച്ചേക്കുന്ന പേപ്പറെ നിറച്ചും എഴുത്ത് കുത്തുകളൊക്കെ എനിക്ക് തോന്നുന്നത് അവർ ഡിസ്പ്ലേ ചെയ്താണ് അത് മടക്കി വെച്ചിരിക്കുന്ന ഉടുപ്പായിരിക്കും. അപ്പം പാക്ക് ചെയ്ത് അയച്ചതുകൊണ്ട് അവർ അങ്ങനെയൊക്കെ ആയിട്ടുള്ളതായിരിക്കും. അവരുടെ വിലപ്പെട്ട കണക്കുകളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എനിവേ ഇത് നല്ല ഫ്രില്ലൊക്കെ ചെയ്ത് ഇതാണ് അവരുടെ കമ്പനിയുടെയൊക്കെ. ഞാൻ മാക്സിമം അടുത്ത് കാണിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ എനിവേ വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എഫക്ട്സ് കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കൊരു വിഷമമുണ്ട്. എന്നാ പറയുന്നത്, എനിക്ക് ഇരട്ടി പണിയായിപ്പോയി എനിവേ ഇത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ആമസോൺ ഇന്ത്യയിൽ നിന്ന് മേടിച്ച ഡ്രസ്സുകൾ. അപ്പം നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടുന്ന് ഓർഡർ ചെയ്ത് നാട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നാട്ടിൽ ചെന്നിട്ട് ഇടുന്ന ഡ്രസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ വെതറിനനുസരിച്ച്. എന്നിട്ട് ആ ഡ്രസ്സൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് പോന്നാൽ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ പിന്നെ അതിടാം. ഓക്കെ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ ഇവിടുന്ന് നിങ്ങൾക്ക് ധാരാളം സാധനം കൊണ്ടുപോവുകയും ചെയ്യാം, അവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരികയും ചെയ്യാം. പക്ഷേ നമ്മളത് വെച്ചിട്ട് പോകുന്ന കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ കഴുകുകയോ ഉണക്കുകയോ ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ എൻ്റെ ഡ്രസ്സ് വേറെ ആരും ഇടുന്നതൊന്നും ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ഒരു ഡ്രസ്സേ ഉള്ളെങ്കിലും അത് കഴുകി ഞാൻ തന്നെ ഇടുന്നതാണ് എനിക്കിഷ്ടം. എന്തോ എനിക്ക് അങ്ങനെയാണ്. നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്കിന്ന് പലർക്കും പല അസുഖങ്ങളൊക്കെ കാണുമല്ലേ. അപ്പം അതങ്ങനെ സ്പ്രെഡ് ചെയ്യും ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറി മാറിയിട്ടുള്ള. അതുകൊണ്ട് എനിക്ക് അതിന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് എൻ്റെ ഡ്രസ്സുകൾ ഷെയർ ചെയ്യാൻ എനിക്ക് വലിയ ആഗ്രഹമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കും. അപ്പം എന്താ പറയുക, ഈ മേടിച്ച ഡ്രസ്സിൻ്റെയൊക്കെ ലിങ്ക് ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കത് മേടിക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇട്ട ഡ്രസ്സുകളെല്ലാം വെരി കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അപ്പം മറക്കാതെ amazon.in സന്ദർശിക്കുക.